ഹായ്, വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സത്യജിത് റേ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പേരുകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ യാഥാർത്ഥ്യ ജീവിതത്തെ ലോക സിനിമയുടെ ഭാഷയിൽ അവതരിപ്പിച്ച മഹാനായ സംവിധായകൻ എന്ന നിലയിലാണ് അദ്ദേഹം പ്രശസ്തനായത്. റേ 1921 മെയ് 2 കൊൽക്കത്തയിലാണ് ജനിച്ചത്. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ബൗദ്ധിക സാംസ്കാരിക കുടുംബത്തിലായിരുന്നു ജനനം. അച്ഛൻ സുകുമാർ റേ പ്രശസ്ത ബാലസാഹിത്യകാരനും ചിത്രകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ തമാശ കവിതകളും ബാലകഥകളും ബംഗാളി സാഹിത്യത്തിൽ ഇന്നും പ്രശസ്തമാണ്. മുത്തച്ഛൻ ഉപേന്ദ്ര കിഷോർ റേ ചൗധരി എഴുത്തുകാരൻ, പ്രസാധകൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. അതിനാൽ ബാല്യത്തിൽ തന്നെ സാഹിത്യം, സംഗീതം, ചിത്രരചന, കല എന്നിവയുടെ അന്തരീക്ഷത്തിലാണ് സത്യജിത്ത് വളർന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ വലിയ ദുരന്തമുണ്ടായി. സത്യജിത്തിന് വെറും 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. തുടർന്ന് അമ്മ സുപ്രഭ റേ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് മകനെ വളർത്തിയത്. സത്യജിത് റേ ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിലും വായനയിലും അതിയായ താല്പര്യം കാണിച്ചു. ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ സിനിമകളും സാഹിത്യ കൃതികളും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹം ഉയരമേറിയ വ്യക്തിയായിരുന്നു. ഏകദേശം 6.5 അടിയോളം ഉയരം. ശാന്ത സ്വഭാവിയും ആലോചനാപരനുമായിരുന്ന അദ്ദേഹം ബാല്യത്തിൽ അധികം സംസാരിക്കാത്ത കുട്ടിയായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ എക്കണോമിക്സ് ആണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ താല്പര്യം കല, സംഗീതം, സിനിമ എന്നിവയിലായിരുന്നു. അമ്മയുടെ നിർബന്ധപ്രകാരം പിന്നീട് അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ ശാന്തി നികേതനിൽ ചേർന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. ശാന്തി നികേതനിൽ അദ്ദേഹം ഇന്ത്യൻ കലയും സംസ്കാരവും ആഴത്തിൽ പഠിച്ചു. അവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചിന്തകൾ അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചു. ഇന്ത്യൻ ഗ്രാമജീവിതത്തിന്റെ സൗന്ദര്യവും ദാരിദ്ര്യവും മനുഷ്യബന്ധങ്ങളും അദ്ദേഹം അടുത്തറിഞ്ഞത് ഈ കാലത്താണ്. പഠനം കഴിഞ്ഞ ശേഷം റേ ഒരു ബ്രിട്ടീഷ് പരസ്യ കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി തുടങ്ങി. പുസ്തകങ്ങളുടെ കവർ ഡിസൈനുകൾ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം സിനിമകളെ ഗൗരവമായി പഠിക്കാൻ തുടങ്ങി. 1947 അദ്ദേഹം ചില സുഹൃത്തുക്കളോടൊപ്പം കൽക്കട്ട ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചു. ലോക സിനിമയിലെ മികച്ച ചിത്രങ്ങൾ കാണാനും പഠിക്കാനും ഇതിലൂടെ അവസരം ലഭിച്ചു. ഈ സമയത്താണ് അദ്ദേഹം ജീൻ റെനോയറിനെ കണ്ടുമുട്ടുന്നത്. റെനോയർ ഇന്ത്യയിൽ സിനിമ ചിത്രീകരിക്കാൻ വന്നപ്പോൾ റേ അദ്ദേഹത്തെ സഹായിക്കുകയും സിനിമാ നിർമ്മാണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ബൈസിക്കിൾ തീവ്സ് എന്ന ഇറ്റാലിയൻ ചിത്രം കണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റി. സാധാരണ മനുഷ്യരുടെ ജീവിതം യാഥാർത്ഥ്യമായി സിനിമയിൽ അവതരിപ്പിക്കാമെന്ന് ആ ചിത്രം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. സത്യജിത് റേയുടെ ആദ്യ സിനിമയാണ് പതേർ പാഞ്ചാലി. ബംഗാളി എഴുത്തുകാരൻ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ നോവലിനെ ആസ്പദമാക്കിയായിരുന്നു ഈ ചിത്രം. ഗ്രാമത്തിലെ ദരിദ്ര കുടുംബത്തിന്റെ ജീവിതവും കുട്ടികളുടെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും അത്യന്തം യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു പതേർ പാഞ്ചാലി. പണമില്ലാത്തതിനാൽ സിനിമയുടെ ചിത്രീകരണം പലവട്ടം നിർത്തിവെക്കേണ്ടി വന്നു. സ്വന്തം പുസ്തകങ്ങളും വസ്തുക്കളും വരെ വിറ്റാണ് റേ സിനിമ പൂർത്തിയാക്കിയത്. 1955 പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ഇന്ത്യയിൽ വലിയ ശ്രദ്ധ കിട്ടിയില്ല. പക്ഷെ പിന്നീട് ലോകം ചിത്രം ഏറ്റെടുത്തു. ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടി. അങ്ങനെ ലോകം ഒരു പുതിയ മഹാസംവിധായകനെ തിരിച്ചറിഞ്ഞു. മഴ പെയ്തു നനഞ്ഞ ഒരു ഗ്രാമത്തിൽ കാറ്റിൽ കുലുങ്ങുന്ന മൂളക്കാടുകളുടെ പശ്ചാത്തലത്തിൽ ദൂരെ നിന്ന് കേൾക്കുന്ന ട്രെയിനിന്റെ ശബ്ദം, അതിനിടയിൽ പഴകിയ ഒരു ചെറു വീട്. അവിടെയായിരുന്നു അബു എന്ന കുട്ടിയുടെ ലോകം. പതേർ പാഞ്ചാലിയുടെ കഥ തുടങ്ങുന്നത് ആ വീട്ടിൽ നിന്നാണ്. അബുവിന്റെ അച്ഛൻ ഹരിഹർ ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്. കവിത എഴുതുകയും പൂജകൾ നടത്തുകയും ചെയ്ത് കുടുംബം നോക്കാൻ ശ്രമിക്കുന്നവരാൾ. വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷെ വീട്ടിൽ പലപ്പോഴും ഭക്ഷണം പോലും കുറവായിരുന്നു. അമ്മ സർബജയ ദിവസം മുഴുവൻ വിഷമങ്ങളോടെയായിരുന്നു ജീവിച്ചത്. പണമില്ലായ്മ, കടം, നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ എല്ലാം അവളുടെ മനസ്സിനെ ക്ഷീണിപ്പിച്ചിരുന്നു. എന്നാൽ മക്കളെ അവൾ അതിയായ സ്നേഹത്തോടെ നോക്കിയിരുന്നു. അബുവിന് ഏറ്റവും ഇഷ്ടം അവന്റെ ചേട്ടത്തി ദുർഗയായിരുന്നു. ഗ്രാമത്തിലെ തോട്ടങ്ങളിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരിക, മഴയിൽ ഓടി നടക്കുക, കുളത്തിനരികിൽ കളിക്കുക, അതൊക്കെയായിരുന്നു അവരുടെ സന്തോഷം. ദുർഗ ഒരു കാറ്റുപോലെ സ്വതന്ത്രയായിരുന്നു. അബു അവളുടെ പിന്നാലെ നടന്നു ലോകം കണ്ടുപഠിച്ചു. ആ വീട്ടിൽ മറ്റൊരാളും ഉണ്ടായിരുന്നു, വയസ്സായ ഇന്ദിര താക്കൂർ. ചുളിവുകൾ നിറഞ്ഞ മുഖം,
കീറിയ വസ്ത്രം. പക്ഷെ അവളുടെ ഉള്ളിൽ നിറയെ കഥകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ വീട്ടിലെ ദാരിദ്ര്യം കാരണം സർബജയയ്ക്ക് അവളെ പലപ്പോഴും സഹിക്കാനായില്ല. ഒരു ദിവസം ദാരിദ്ര്യം മൂലം അവളെയും കൂടി നോക്കാൻ കഴിയാത്തത് കൊണ്ട് സർബജയ ഇന്ദിരയോട് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു. വൃദ്ധയായ അവൾ ഒറ്റയ്ക്ക് നടന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിന്റെ ഒരു വക്കിൽ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുർഗ ആദ്യമായി മരണത്തിന്റെ തണുപ്പ് കണ്ടു. അപ്പുവിന് അതൊന്നും പൂർണ്ണമായി മനസ്സിലായില്ല. കാലം കടന്നുപോയി. ഒരു ദിവസം ദുർഗയും അബുവും വയലുകൾ കടന്ന് ഏറെ ദൂരം ഓടി. അവർ ആദ്യമായി ട്രെയിൻ കണ്ടു. ഇരുമ്പ് പാമ്പ് പോലെ കുതിച്ചു പോകുന്ന ആ ട്രെയിൻ അബുവിന്റെ കണ്ണുകളിൽ പുതിയ ലോകങ്ങളുടെ സ്വപ്നം നിറച്ചു. പക്ഷെ ആ സന്തോഷം നീണ്ടു നിന്നില്ല. മഴക്കാലം വന്നു. കാറ്റും മഴയും ഗ്രാമത്തെ മുക്കി. ചോരുന്ന മേൽക്കൂരയ്ക്കടിയിൽ വിറച്ചു കിടന്ന ദുർഗയ്ക്ക് പനി പിടിച്ചു. മരുന്നിന് പോലും പണം പോലും വീട്ടിലില്ലായിരുന്നു. ഒരു രാത്രി മഴയും കാറ്റും ശക്തമായി വീശുമ്പോൾ ദുർഗയുടെ ശ്വാസം നിശബ്ദമായി. രാവിലെ ആ വീട്ടിൽ കേട്ടത് സർബജയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ മാത്രമായിരുന്നു. അപ്പുവിന് ലോകം ശൂന്യമായി. കളികളും ചിരികളും അവസാനിച്ചു. ദുർഗയില്ലാത്ത വീട് മരിച്ച പോലെ തോന്നി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹരിഹർ വീട്ടിലേക്ക് മടങ്ങിയെത്തി. കുടുംബത്തിനായി ചെറിയ സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ദുർഗയ്ക്ക് ഒരു സാരി വാങ്ങിയിരുന്നു. എന്നാൽ മകളുടെ മരണവാർത്ത കേട്ട നിമിഷം അവന്റെ കയ്യിൽ നിന്ന് സാരി താഴെ വീണു. അയാൾ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. അവസാനം അവർ ഗ്രാമം വിട്ടുപോകാൻ തീരുമാനിച്ചു. വീട് പൂട്ടി കാളവണ്ടിയിൽ കയറി യാത്ര തിരിക്കുമ്പോൾ അബു അവസാനമായി തന്റെ ബാല്യത്തിന്റെ ഗ്രാമത്തെ ഒന്ന് നോക്കി. മുളക്കാടുകളും മഴയും വഴികളും പിന്നിലേക്ക് മറഞ്ഞുപോയി. മുന്നിൽ അറിയാത്തൊരു ലോകം അവനെയും കാത്തു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ സത്യജിത് റേ ഈ സിനിമയുടെ തുടർച്ചയായി അപരാജിതോ എന്ന ചിത്രം പുറത്തിറക്കി. ദുർഗയുടെ മരണത്തിന് ശേഷം അബുവും കുടുംബവും ഗ്രാമം വിട്ട് വാരണസിയിലേക്ക് പോകുന്നു. അവിടെ അബുവിന്റെ അച്ഛൻ പൂജകൾ നടത്തി കുടുംബം നോക്കാൻ ശ്രമിക്കുന്നു. ഗംഗാ തീരത്തെ പുതിയ ജീവിതം അബുവിന് കൗതുകമായി തോന്നുന്നു. കുറച്ചു കാലത്തിന് ശേഷം അച്ഛൻ അസുഖപ്പെട്ടു മരിക്കുന്നു. അമ്മ സർബജയ തകർന്ന മനസ്സോടെ അപ്പുവിനെയും കൂട്ടി ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ദാരിദ്ര്യത്തിനിടയിലും അപ്പു പഠനത്തിൽ വളരെ മിടുക്കനാകുന്നു. നഗരത്തിൽ പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അപ്പു കൊൽക്കത്തയിലേക്ക് പോകുന്നു. അമ്മ ഒറ്റപ്പെട്ട ജീവിതത്തിൽ മകനെ കാത്ത് ദിവസങ്ങൾ കഴിക്കുന്നു. പഠനവും പുതിയ ലോകവും കാരണം അപ്പു അമ്മയിൽ നിന്ന് മാനസികമായി അകന്നു പോകുന്നു. ഒടുവിൽ അമ്മയുടെ മരണവാർത്ത കേട്ട അപ്പു ജീവിതത്തിന്റെ യഥാർത്ഥ ഏകാന്തത തിരിച്ചറിയുന്നു. അബു ട്രിലജിയിലെ രണ്ടാം സിനിമയായ അപരാജിതോയിലും വേണ്ടപ്പെട്ടവരുടെ മരണം തന്നെയാണ് വില്ലൻ. ഈ ട്രിലജിയിൽ തന്നെ മൂന്നാമതൊരു സിനിമ കൂടി പുറത്തിറക്കി സത്യജിത് റേ. 1959 അബൂർ സൻസാർ എന്ന പേരിലാണ് ചിത്രം ഇറങ്ങിയത്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന യുവാവായ അപ്പു അപ്രതീക്ഷിതമായി അപർണ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ആദ്യം അന്യരായിരുന്ന അവർ പിന്നീട് ആഴത്തിൽ സ്നേഹിക്കുന്നു. പക്ഷെ അപർണ പ്രസവത്തിനിടെ മരിക്കുമ്പോൾ അബു ജീവിതത്തിൽ തകർന്നു പോകുന്നു. മകനെയും വിട്ട് വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ ശേഷം ഒടുവിൽ മകന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി പുതിയ ജീവിതം ആരംഭിക്കാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ അന്ത്യം. ഇവിടെയും മരണം വഴി ബന്ധമറ്റുപോയി മാനസികമായി തകരുന്ന മനുഷ്യനെയാണ് റേ വീണ്ടും അവതരിപ്പിക്കുന്നത്. അബു ട്രിലോജി ലോക സിനിമയിൽ ഏറെ പ്രശസ്തമാണ്. അപ്പു എന്ന ബാലന്റെ ബാല്യകാലവും കൗമാരവും അമ്മയും ഒത്തുള്ള ജീവിതവും നഷ്ടവും യൗവനവും വിവാഹവും ഭാര്യയെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതുമെല്ലാം ചേർത്ത് ബംഗാളിന്റെ ഗ്രാമഭംഗിയിൽ മനോഹരമായി ചിത്രീകരിച്ച ചലച്ചിത്ര കാവ്യത്രയം. ലോക സിനിമയിൽ സത്യജിത് റേയെ അടയാളപ്പെടുത്തിയ ചിത്രം. രവീന്ദ്രനാഥ ടാഗോറിന്റെ നഷ്ടനീർ എന്ന കൃതിയെ ആസ്പദമാക്കി തിരക്കഥ എഴുതി 1964 സത്യജിത് റേ പുറത്തിറക്കിയ ചിത്രമാണ് ചാരുലത. കൊൽക്കത്തയിൽ ഒരു പഴയ വീട്ടിൽ താമസിക്കുന്ന ചാരുലത എന്ന സ്ത്രീയെ കുറിച്ചാണ് സിനിമ. അവളുടെ ഭർത്താവായ ഭൂപതി പത്രപ്രവർത്തനത്തിലും രാഷ്ട്രീയ ലേഖനങ്ങളിലുമായിരുന്നു മുഴുകി ജീവിച്ചത്. ചാരുലതയെ അവൻ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവളുടെ ഏകാന്തത കാണാൻ അവന് സമയം കിട്ടിയിരുന്നില്ല. വീട്ടിലെ നീണ്ട വരാന്തകളിലും ജനലുകളിലും പുസ്തകങ്ങളിലുമായിരുന്നു ചാരുലതയുടെ ദിവസങ്ങൾ ഒഴുകിപ്പോയത്. ബൈനോക്കുലർ കൊണ്ട് വഴിയിലൂടെ പോകുന്ന മനുഷ്യരെ നോക്കുക എന്നതുപോലും അവളുടെ ഒരു ചെറിയ വിനോദമായിരുന്നു. വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരു ശൂന്യത അവളെ പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഭൂപതിയുടെ ഇളയ ബന്ധുവായ അമൽ വീട്ടിലേക്ക് വന്നു. സാഹിത്യത്തെയും കവിതയെയും സ്നേഹിക്കുന്ന സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു യുവാവായിരുന്നു അവൻ. ചാരുലതയുടെ ബുദ്ധിയും വായനാപ്രിയവും അമൽ ഉടൻ മനസ്സിലാക്കി. ഇരുവരും കവിതകൾ വായിക്കുകയും കഥകൾ ചർച്ച ചെയ്യുകയും
തോട്ടത്തിൽ ഇരുന്ന് നീണ്ട സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ സൗഹൃദം ചാരുലതയുടെ ജീവിതത്തിലേക്ക് നിറങ്ങൾ തിരികെ കൊണ്ടുവന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവൾ ചിരിക്കാൻ തുടങ്ങി. സ്വന്തം മനസ്സിലെ കഴിവുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അമലിന്റെ പ്രോത്സാഹനത്തിൽ അവൾ എഴുതുകയും ചെയ്തു. പക്ഷെ ആ അടുപ്പം ഒരു അപകടകരമായ അതിർത്തിയിലേക്ക് നീങ്ങുന്നതായി അമൽ പതുക്കെ തിരിച്ചറിഞ്ഞു. ഭൂപതി തന്റെ മേൽ വെച്ചിരുന്ന വിശ്വാസവും ചാരുലതയുടെ ഹൃദയത്തിൽ വളരുന്ന വികാരവും തമ്മിൽ കുടുങ്ങിപ്പോയ അവൻ ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ വീട് വിട്ടുപോയി. അമലിന്റെ യാത്ര ചാരുലതയെ തകർത്തു കളഞ്ഞു. അവൾ വീണ്ടും പഴയ മൗനത്തിലേക്ക് വീണു. അപ്പോഴാണ് ഭൂപതിയും സത്യം മനസ്സിലാക്കിയത്. തന്റെ ഭാര്യയുടെ ഏകാന്തത എത്ര ആഴത്തിലായിരുന്നു എന്ന്. അവസാനം ഒരേ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം അകലെയായി പോയ രണ്ടു മനുഷ്യർ വീണ്ടും ഒരുമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ കൈകൾ തമ്മിൽ ചേർന്നു പോകുന്ന ആ നിമിഷം സിനിമ അവസാനിക്കുന്നു. ആ ബന്ധം സുദൃഢമായോ അതോ തകർന്നു പോയോ എന്ന് പറയാതെ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ചാരുലത ഒരു പ്രണയ കഥയേക്കാൾ കൂടുതലായി പറയാതെ ബാക്കിയാകുന്ന വികാരങ്ങളുടെ കഥയായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. ചാരുലതയ്ക്ക് ശേഷം വന്ന സത്യജിത് റേയുടെ ഏറ്റവും പ്രശസ്തമായ സിനിമകളിൽ പ്രധാനമായി പറയപ്പെടുന്നത് നായക് ആണ്. ബംഗാളിലെ മഹാനടനായ ഉത്തം കുമാർ അഭിനയിച്ച ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒരു പ്രശസ്ത സിനിമാ താരം ട്രെയിൻ യാത്രക്കിടെ തന്റെ ജീവിതത്തെക്കുറിച്ചും വിജയത്തിന്റെ പിന്നിലെ ശൂന്യതയെക്കുറിച്ചും ചിന്തിക്കുന്ന കഥയാണ് ആ സിനിമ. പ്രശസ്തി, കുറ്റബോധം, ഏകാന്തത, കപടത തുടങ്ങിയ മനുഷ്യന്റെ ഉള്ളിലെ ഭയങ്ങളെ വളരെ ആഴത്തിൽ റേ പരിശോധിക്കുന്നു. സ്വപ്നരംഗങ്ങളും മാനസിക സംഘർഷങ്ങളും അവതരിപ്പിച്ച രീതി അന്നത്തെ ഇന്ത്യൻ സിനിമയിൽ വളരെ പുതുമയായിരുന്നു. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ സിനിമാ താരമായ അരിന്ദം മുഖർജി ഒരിക്കൽ ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ കയറി. രാജ്യത്തെ മുഴുവൻ ആളുകളും ആരാധിക്കുന്ന ഒരു നായകൻ. സ്റ്റേഷനുകളിൽ ജനക്കൂട്ടം അവനെ കാണാൻ തള്ളിക്കയറി. പക്ഷെ ആ തിരക്കിനിടയിലും അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ക്ഷീണമുണ്ടായിരുന്നു. അതേ ട്രെയിനിലായിരുന്നു അതിഥി എന്ന യുവ പത്രപ്രവർത്തകയും യാത്ര ചെയ്തത്. സിനിമാ താരങ്ങളെ അവൾ അത്രയും വിലമതിച്ചിരുന്നില്ല. എന്നാൽ യാത്രക്കിടെ അപ്രതീക്ഷിതമായി അരിന്ദവുമായി സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചു. ആദ്യം ആത്മവിശ്വാസം നിറഞ്ഞ നടനെ പോലെ പെരുമാറിയ അരിന്ദം പതുക്കെ തന്റെ ഉള്ളിലെ ഭയങ്ങളും പരാജയങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. ഒരു കാലത്ത് നാടകവേദിയിൽ അഭിനയിക്കാനായിരുന്നു അവന്റെ സ്വപ്നം. പക്ഷെ പണത്തിന്റെയും പ്രശസ്തിയുടെയും പിന്നാലെ സിനിമയിലേക്ക് വന്നപ്പോൾ തന്റെ പഴയ ആത്മാവിനെ എവിടെയോ നഷ്ടപ്പെടുത്തി. വിജയത്തിനായി പലപ്പോഴും മൗനം പാലിച്ചു. സുഹൃത്തുക്കളെ കൈവിട്ടു. തെറ്റുകൾ കണ്ടിട്ടും ഒന്നും പറയാതെ നിന്നു. ട്രെയിൻ രാത്രിയിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരിന്ദത്തെ പഴയ ഓർമ്മകൾ വേട്ടയാടാൻ തുടങ്ങി. മരിച്ചുപോയ സുഹൃത്തിന്റെ മുഖം, തന്റെ പരാജയങ്ങളുടെ നിഴൽ, പണവും പ്രശസ്തിയും നിറഞ്ഞ ജീവിതത്തിന്റെ ഉള്ളിലെ ശൂന്യത. ഒരു രാത്രി അവൻ ഭയാനകമായ ഒരു സ്വപ്നം കണ്ടു. പണത്തിന്റെ കൂമ്പാരങ്ങളിൽ മുങ്ങിത്താഴുന്ന ഒരു സ്വപ്നം. കൈ നീട്ടിയിട്ടും ആരും രക്ഷിക്കാൻ വന്നില്ല. പ്രശസ്തി അവനെ ഉയർത്തിയതുപോലെ തന്നെ വിഴുങ്ങുകയും ചെയ്തിരുന്നു. അതിഥി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ലോകം ദൈവത്തെ പോലെ കാണുന്ന ഒരാൾ യഥാർത്ഥത്തിൽ എത്ര ഭയന്നും ഒറ്റപ്പെട്ടും ജീവിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. യാത്ര അവസാനിക്കുമ്പോൾ അരിന്ദം വീണ്ടും പഴയ സിനിമാ താരത്തിന്റെ മുഖം ധരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ ജനക്കൂട്ടം വീണ്ടും അവനെ വളഞ്ഞു. ചിരികളും ഒപ്പുകളും ക്യാമറകളുമെല്ലാം വീണ്ടും ചലിച്ചു തുടങ്ങി. പക്ഷെ അതിഥി ഇപ്പോൾ മറ്റൊരു അരിന്ദത്തെ കണ്ടിരുന്നു. ജനങ്ങൾ ആരാധിക്കുന്ന നായകൻ അല്ല, സ്വന്തം ജീവിതത്തിൽ വഴി തെറ്റിപ്പോയ ഒരു സാധാരണ മനുഷ്യനെ. ട്രെയിൻ യാത്ര യഥാർത്ഥത്തിൽ അരിന്ദത്തിന്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. അവൻ സ്വന്തം ജീവിതത്തെ ആദ്യമായി സത്യസന്ധമായി നോക്കി തുടങ്ങുന്നു. അതുകൊണ്ട് നായക് ഒരു സിനിമാ താരത്തിന്റെ കഥ മാത്രമല്ല, വിജയം നേടിയെങ്കിലും മനസമാധാനം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കഥ കൂടിയാണ്. നായകന് ശേഷം 1969 കഥയും തിരക്കഥയും എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച് സംവിധാനം ചെയ്ത സത്യജിത് റേയുടേതായി വന്ന മനോഹര ചിത്രമാണ് ഗുപ്പി ഗൈനെ ബാഘ ബൈനെ. ഈ ചിത്രം റേയുടെ മറ്റ് ഗൗരവമുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഫാന്റസി, സംഗീതം, ഹാസ്യം, രാഷ്ട്രീയ പരിഹാസം എന്നിവ ചേർന്ന ഒരു അതുല്യ കലാസൃഷ്ടിയാണ്. ഇന്നും ബംഗാളി സിനിമയിലെ ഏറ്റവും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന യുവാവാണ് ഗുപ്പി. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം പാട്ടുകാരനാകുക എന്നതായിരുന്നു. പക്ഷെ അവൻ പാടുമ്പോഴെല്ലാം ഗ്രാമക്കാരുടെ ചെവികൾ പൊട്ടുന്നത് പോലെ തോന്നുമായിരുന്നു. ഒടുവിൽ രാജാവിന്റെ മുന്നിൽ പാടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയന്ന് അവനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഗുപ്പി അവിടെ ബാഗ എന്ന ഒരു തബലക്കാരനെ കണ്ടുമുട്ടി.
ബാഗയ്ക്കും സംഗീതത്തോടുള്ള അതിയായ ഇഷ്ടമുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് രാത്രിയിൽ കാട്ടിനുള്ളിൽ പാടിയും വാദ്യം വായിച്ചും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റും ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ ഇരുവരും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഭൂതരാജാവിന് അവരുടെ സംഗീതം ഇഷ്ടപ്പെട്ടിരുന്നു. സന്തോഷിച്ച ഭൂതരാജാവ് അവർക്ക് 3 വരങ്ങൾ നൽകി. എവിടെയായാലും ഉടൻ ഭക്ഷണവും വസ്ത്രവും ലഭിക്കുവാനുള്ള കഴിവ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ യാത്ര ചെയ്യാനുള്ള ശക്തി, അവരുടെ സംഗീതം കേൾക്കുന്നവർ മയങ്ങി നിശ്ചലരാകുന്ന അത്ഭുത ശക്തി. ആ വരങ്ങളുമായി ഗുപ്പിയും ബാഗയും പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ യുദ്ധത്തിനൊരുങ്ങുന്ന 2 രാജ്യങ്ങൾക്കിടയിൽ അവർ എത്തിപ്പെട്ടു. രാജാക്കന്മാരുടെ അഹങ്കാരവും ദുഷ്ടമന്ത്രിമാരുടെ ചതിയും കാരണം ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ കൊല്ലപ്പെടാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഗുപ്പിയും ബാഗയും അവരുടെ സംഗീതം ഉപയോഗിച്ചു. യുദ്ധത്തിനായി വന്ന സൈനികർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് പാട്ടിലും നൃത്തത്തിലും മുഴുകി. രക്തപാതം ഒഴിവായി, ദുഷ്ടന്മാരുടെ കപടത വെളിവായി. അവസാനം 2 സാധാരണ സംഗീതക്കാർ സംഗീതത്തിന്റെ ശക്തിയിലൂടെ യുദ്ധം തടഞ്ഞ നായകരായി മാറി. അതുകൊണ്ടാണ് ഈ സിനിമ ഒരു ഫാന്റസി കഥ മാത്രമല്ല, കലയ്ക്കും സംഗീതത്തിനും മനുഷ്യരെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന സന്ദേശമുള്ള ഒരു മനോഹര ഉപമയായും ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. യാഥാർത്ഥ ജീവിതത്തിന്റെ സൂക്ഷ്മമായ അവതരണവും മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളെ ആഴത്തിൽ കാണിക്കലും ലളിതമായ കഥകളിലൂടെ വലിയ ജീവിത സത്യങ്ങൾ പറയുന്നതും അമിത നാടകീയതയില്ലാതെ തന്നെ സ്വാഭാവിക സിനിമാ ഭാഷയുമായിരുന്നു റേ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ. റേയുടെ സിനിമകൾ കാണാത്തത് സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ജീവിക്കുന്നത് പോലെയാണ് എന്നാണ് മഹാനായ ചലച്ചിത്രകാരൻ അക്കീര കുറസോവ റേയെ കുറിച്ച് പറഞ്ഞത്. 1984 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും 1992 ഭാരതരത്നയും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ 1992 ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള ഓസ്കാർ അവാർഡ് നൽകി ലോക സിനിമയും അദ്ദേഹത്തെ ആദരിച്ചു. ബെർലിൻ, വെനീസ്, കാൻ ചലച്ചിത്രമേളകളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ മഹത് ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല. 1992 ഏപ്രിൽ 23-ന് 70-ാം വയസ്സിൽ റേ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളും സംവിധായകരും ലോക സിനിമയുടെ മഹാനായ മനുഷ്യവാദി എന്ന് വിശേഷിപ്പിക്കുന്ന അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ.